അധികാരത്തിന്റെ ഗർവും നയതന്ത്രത്തിന്റെ തന്ത്രങ്ങളും എക്കാലവും വിജയിക്കണമെന്നില്ല. ലോകത്തെ വിറപ്പിച്ചിരുന്ന ഒരു വൻ ശക്തി ഇന്ന് സ്വന്തം തട്ടകത്തിൽ ഒറ്റപ്പെടുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ കർക്കശ നിലപാടുകൾക്ക് മുന്നിൽ വാതിലുകൾ ഓരോന്നായി അടയുന്നു. സഖ്യകക്ഷികൾ കൈവിടുന്നു. ലോകരാജ്യങ്ങൾ വിരൽ ചൂണ്ടുന്നു. അമേരിക്കൻ ആധിപത്യത്തിന്റെ നെടുന്തൂണുകൾ ഇളകുകയാണോ? ഇറാനുമായുള്ള തർക്കം വെറുമൊരു യുദ്ധഭീതിയല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിന്റെ പതനമായി മാറുകയാണ്. നമസ്കാരം. പശ്ചിമേഷ്യയിൽ 2 മാസമായി തുടരുന്ന സൈനിക നീക്കങ്ങൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഔദ്യോഗിക നിലപാടുകളെ തള്ളിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുന്നു. സഖ്യകക്ഷികളുടെ പിന്തുണ നഷ്ടപ്പെടുന്നതും ആഗോള സമ്പദ് വ്യവസ്ഥ നേരിടുന്ന തകർച്ചയും വാഷിംഗ്ടണിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക ഒറ്റപ്പെടുന്നു എന്ന സൂചനകൾ ശക്തമാകുമ്പോൾ വരാനിരിക്കുന്ന നീക്കങ്ങൾ എന്തൊക്കെയാകും? അമേരിക്കൻ വിദേശ നയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ ലോകം മുഴുവൻ തന്റെ പിന്നിൽ അണിനിരക്കുമെന്ന് ട്രംപ് കണക്കുകൂട്ടിയിരുന്നുവെങ്കിൽ ആ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ദശാബ്ദങ്ങളായി അമേരിക്കയുടെ തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. സഖ്യകക്ഷികളുടെ ഈ കൂട്ടായ പിന്മാറ്റം ട്രംപിന് നൽകുന്നത് വലിയൊരു രാഷ്ട്രീയ പ്രഹരം തന്നെയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളെയും ചർച്ചാ സാധ്യതകളെയും പുച്ഛിച്ചു തള്ളിയ ട്രംപിന്റെ നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ കുറ്റപ്പെടുത്തലുകൾക്ക് കാരണമായിട്ടുണ്ട്. 47 വർഷമായി അമേരിക്കയെ ഇറാൻ കബളിപ്പിക്കുകയാണ് എന്ന ട്രംപിന്റെ വാദം, അല്ലെങ്കിൽ കളിപ്പിക്കുകയാണ് എന്ന ട്രംപിന്റെ അവകാശവാദം സ്വന്തം രാജ്യത്തിനുള്ളിൽ ഒരു വിഭാഗം ഏറ്റുപിടിക്കുമ്പോഴും ആഗോള തലത്തിൽ അതൊരു ദുർബലമായ ന്യായമായി മാത്രമേ കണക്കാക്കപ്പെടുന്നുള്ളൂ. വെറുമൊരു ഈഗോയുടെ പേരിൽ ലോകത്തെ മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടരുത് എന്ന ശക്തമായ സന്ദേശമാണ് ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെയുള്ള വേദികളിൽ നിന്നും ഉയരുന്നത്. അമേരിക്ക ഒറ്റപ്പെടുമ്പോൾ ഇറാന്റെ കരുത്ത് വർദ്ധിക്കുന്നത് വെറുമൊരു സൈനിക ശക്തിയല്ല, മറിച്ച് അവർക്ക് ലഭിക്കുന്ന നയതന്ത്ര പിന്തുണയിലാണ്. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇറാന് പിന്തുണയുമായി എത്തുമ്പോൾ അമേരിക്കയുടെ ഉപരോധങ്ങൾ വെറും ജലരേഖകളായി മാറുകയാണ്. ഇതിനിടയിലാണ് മുസ്തഫ ഖമേനി നൽകിയ സൈനിക നിർദ്ദേശം പ്രസക്തമാകുന്നത്. എന്തായിരുന്നു ആ നിർദ്ദേശം? അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചെറിയൊരു പ്രകോപനം ഉണ്ടായാൽ പോലും ഉടനടി കനത്ത മറുപടി നൽകാൻ ഇറാൻ സൈന്യം സജ്ജമായിരിക്കണമെന്ന മുസ്തഫ ഖമേനിയുടെ വാക്കുകൾ ഇവിടെ ഏറെ പ്രസക്തം തന്നെയാണ്. ഇത് വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് തങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യത്തിൽ നിന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ്. 2 മാസമായി തുടരുന്ന ഈ സംഘർഷം പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ ലോകത്തിന്റെ ക്രയവിക്രയങ്ങളിൽ നിന്നും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ നിന്നും അമേരിക്ക പുറന്തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടായേക്കാം. സഖ്യകക്ഷികൾ ഓരോന്നായി പിൻവാങ്ങുമ്പോൾ വെളുക്കാൻ തെച്ചത് പാണ്ടായ അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കൻ ജനത പോലും ഒരു യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കാൻ തയ്യാറല്ല എന്നിരിക്കെ ട്രംപിന്റെ ഈ കടുത്ത നിലപാടുകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും വലിയ സ്വാധീനം ചെലുത്തും. ലോക രാജ്യങ്ങളുടെ കുറ്റപ്പെടുത്തലുകൾക്ക് മുന്നിൽ എത്ര നാൾ ട്രംപിന് പിടിച്ചു നിൽക്കാനാകും? സഖ്യകക്ഷികളില്ലാതെ ലോകം കുറ്റപ്പെടുത്തുന്ന ഒരു അമേരിക്കയ്ക്ക് ആഗോള വേദിയിൽ എത്രമാത്രം പ്രസക്തിയുണ്ട്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പശ്ചിമേഷ്യയിലെ നീക്കങ്ങളിൽ നിന്നും വരും ദിവസങ്ങളിലെ നയതന്ത്ര തീരുമാനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കും. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന അമേരിക്ക ഇറാൻ ശത്രുത അതിന്റെ ഏറ്റവും രൂക്ഷമായ തലത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇറാന്റെ മറുപടികൾ തള്ളിക്കൊണ്ട് ട്രംപ് നടത്തുന്ന വിമർശനങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസ്താവനകളല്ല, മറിച്ച് കടുത്ത സൈനിക സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ തുടർച്ചയാണ്. എന്നാൽ ഈ നിലപാടുകൾ അമേരിക്കയെ മുൻപെങ്ങുമില്ലാത്ത വിധം ആഗോളവേദിയിൽ ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. യുദ്ധം നീണ്ടുപോകുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ വിശ്വാസ്യതയ്ക്ക് പോലും വലിയ പോറലേൽപ്പിച്ചിട്ടുണ്ട്. ഈ സംഘർഷം വരുത്തിവെച്ച ആഗോള സാമ്പത്തിക തകർച്ചയാണ് ട്രംപ് ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഊർജ വിപണിയിലെ അസ്ഥിരതയും സപ്ലൈ ചെയിനിലുണ്ടായ തടസ്സങ്ങളും വികസിത രാജ്യങ്ങളെ പോലും സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ യുദ്ധം തുടരുന്നത് ലോകരാജ്യങ്ങളുടെ ശക്തമായ കുറ്റപ്പെടുത്തലുകൾക്ക് കാരണമായിട്ടുണ്ട്. സമാധാനപരമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ സൈനിക നടപടിയിലേക്ക് നീങ്ങുന്നതിനോട് പല യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങളും ഇപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മേഖലയിലെ സുരക്ഷാ സാഹചര്യവും അതീവ ഗുരുതരമായി തുടരുകയാണ്. അമേരിക്കയുടെ പ്രകോപനപരമായ ഏതൊരു നീക്കത്തിനും ഉടനടി മറുപടി നൽകാൻ ഇറാൻ സൈന്യത്തിന് ലഭിച്ച നിർദ്ദേശം നിലവിലെ അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. മുസ്തഫ ഖമേനിയുടെ സൈനിക നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രതിരോധത്തിനപ്പുറം ശക്തമായ ഒരു പ്രത്യാക്രമണത്തിന് ഇറാൻ സജ്ജമാണ് എന്നാണ്.
ഇത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളുടെയും സഖ്യരാജ്യങ്ങളുടെയും സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. സഖ്യകക്ഷികൾ ഓരോന്നായി പിൻവാങ്ങുന്നതും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുയരുന്ന വിമർശനങ്ങളും ട്രംപിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക തകർച്ചയും സുരക്ഷാ വെല്ലുവിളികളും ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഈ അവസ്ഥയിൽ അമേരിക്കയുടെ ആഗോള സ്വാധീനം നിലനിർത്തുക എന്നത് ഭരണകൂടത്തിന് വലിയൊരു പരീക്ഷണമായി മാറിക്കൊണ്ടിരിക്കുന്നു. യുദ്ധം ആർക്കും ഗുണകരമല്ല, പക്ഷേ അധികാരത്തിനു വേണ്ടിയുള്ള തർക്കങ്ങൾ അവസാനിക്കുന്നതുമില്ല. അമേരിക്ക നേരിടുന്ന ഈ ഏകാന്തത ലോകരാഷ്ട്രീയത്തിൽ പുതിയൊരു ധ്രുവീകരണത്തിന് തുടക്കമിടുകയാണ്. ഇറാൻ അമേരിക്ക സംഘർഷം ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗ കളത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം അതിന്റെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച മറുപടികളെയും നിർദ്ദേശങ്ങളെയും പാടെ തള്ളിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പടരുകയാണ്. ഇതൊന്നും അംഗീകരിക്കാനാവില്ല എന്ന ട്രംപിന്റെ കർക്കശമായ നിലപാട് വെറും പ്രസ്താവനയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിന്റെയോ അല്ലെങ്കിൽ കടുത്ത ഉപരോധങ്ങളുടെയോ സൂചനയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ ഉപരോധം ട്രംപിനെ സംബന്ധിച്ച നിസ്സാരം കുട്ടിക്കളിയാണ്. പക്ഷെ അതിന്റെ വിലയാണ് ട്രംപ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ട്രംപ് മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ട്രംപിന്റെ ഈ കുട്ടിക്കളി തന്നെയാണ്. കഴിഞ്ഞ 47 വർഷമായി ഇറാൻ അമേരിക്കയെ വിഡ്ഢിയാക്കുകയാണ് എന്നും കളിപ്പിക്കുകയാണ് എന്നും ഇനി അത് തുടരാൻ അനുവദിക്കില്ല എന്നും ട്രംപ് തുറന്നടിക്കുമ്പോൾ പതിറ്റാണ്ടുകളായി തുടരുന്ന ശീതയുദ്ധം ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുമോ എന്ന ആശങ്ക ശക്തമാണ്. 2 മാസമായി തുടരുന്ന ഈ സംഘർഷം ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ഉടനടി അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറായില്ല എങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വാഷിംഗ്ടൺ ഒറ്റപ്പെടുമെന്ന ശക്തമായ മുന്നറിയിപ്പ് ഇറാനിലൂടെ ഇപ്പോൾ അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സഖ്യകക്ഷികൾ പോലും ഈ വിഷയത്തിൽ ഒരു പുനർവിചിന്തനത്തിന് നിർബന്ധിതരാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അമേരിക്ക ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു രാജ്യവും ഇവരെ പിന്തുണയ്ക്കില്ല എന്നും അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കൻ പൂർണ്ണമായും ഒറ്റപ്പെടുമെന്നും ഇറാൻ രാഷ്ട്രീയ നേതൃത്വം അവകാശപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സൈനിക നീക്കങ്ങൾ ശ്രദ്ധേയമാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചെറിയൊരു പ്രകോപനം ഉണ്ടായാൽ പോലും അതിന് തത്സമയം തന്നെ ശക്തമായ മറുപടി നൽകണമെന്ന് ഖമനിയെ ഇറാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് പോലും അതിന്റെ അടിസ്ഥാനത്തിലാണ്. സൈനിക താവളങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും അതീവ ജാഗ്രത പാലിക്കാനാണ് ഇറാന്റെ തീരുമാനം. വെറുമൊരു പ്രതിരോധത്തിനുമപ്പുറം ആക്രമണത്തിന് ആക്രമണം എന്ന നയമാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. വെറുതെ ഇരുന്നവന്റെ വായിൽ വിരലിട്ടിളക്കി കടി വാങ്ങിച്ച അവസ്ഥയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്കും സൈനിക സാന്നിധ്യത്തിനും ഇത് വലിയ ഭീഷണിയായാണ് വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത വെല്ലുവിളിയാണ്. ഇറാന്റെ ആണവ പദ്ധതികളും പ്രാദേശിക സ്വാധീനവും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇറാന്റെ സൈനിക കരുത്തും അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും അമേരിക്കയെ ഒരു പരിധിവരെ അതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുമുണ്ട്. ഇറാന്റെ മറുപടിയെ തള്ളിക്കളഞ്ഞ ട്രംപിന്റെ നടപടി സമാധാന ചർച്ചകൾക്കുള്ള വാതിലുകൾ ഏകദേശം കൊട്ടിയടച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇത്രത്തോളം വഷളാകുന്നത് ഇത് ആദ്യമായാണ്. ലോകം ഉറ്റുനോക്കുന്നത് ഇനി എന്ത് സംഭവിക്കുമെന്നാണ്. ഒരു വശത്ത് ലോക പോലീസ് ചമഞ്ഞ അമേരിക്കയുടെ കരുത്തും മറുവശത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത ഇറാന്റെ പോരാട്ട വീര്യവും നേർക്കുനേർ കൂട്ടിമുട്ടുമ്പോൾ ഇറാന്റെ പോരാട്ട വീര്യത്തിന്റെ തട്ട് അല്പം താണിരിക്കുന്നു. പ്രകോപനങ്ങൾക്ക് ഉടനടി മറുപടി നൽകാൻ സൈന്യത്തിന് ലഭിച്ച നിർദ്ദേശം ഒരു ചെറിയ പിഴവ് പോലും വലിയ മഹായുദ്ധത്തിന് കാരണമായേക്കാം എന്ന സൂചനയാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ എണ്ണ വിപണിയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഈ സംഘർഷം തകിടം മറിക്കുമെന്നത് ഉറപ്പാണ്. നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെടുകയും സൈനിക നീക്കങ്ങൾ സജീവമാകുകയും ചെയ്യുന്ന ഈ കാലഘട്ടം ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായി മാറുകയാണ്. അമേരിക്കയുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നിടത്താണ് ഇറാൻ വിജയിക്കുന്നത് എന്നത് ചില നിരീക്ഷകർ കരുതുന്നുണ്ട്. എങ്കിലും യുദ്ധം വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾ ആർക്കും താങ്ങാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം സമാധാനത്തിനുള്ള ചുവടുവയ്പ്പുകൾ അവസാനിക്കുന്നിടത്ത് വീണ്ടും യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയാണ്. എണ്ണ വിപണിയിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ നേരിയൊരു ആശ്വാസം നമ്മൾ കണ്ടിരുന്നതാണ്. ഈ ആശ്വാസം അവസാനിപ്പിച്ചുകൊണ്ട് വില വീണ്ടും ബാരലിന് $100 മുകളിലേക്ക് കുതിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുമ്പോൾ
വരുമ്പോൾ ഖത്തറും ഒമാനും സൗദിയും ഉൾപ്പെടെയുള്ള വിശ്വസ സഖ്യകക്ഷികൾ പോലും അമേരിക്കയെ കൈവിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇസ്രായേലിന് വേണ്ടിയുള്ള അമേരിക്കയുടെ ഉറച്ച നിലപാടുകൾ ലോകത്തെ എവിടെ എത്തിക്കും? 2 മാസമായി തുടരുന്ന സംഘർഷത്തിന് ഒരു വിരാമമുണ്ടാകുമെന്ന ലോകത്തിന്റെ പ്രതീക്ഷകൾ ഇവിടെ അസ്തമിക്കുകയാണ്. ഇതിന്റെ നേരിട്ടുള്ള ആഘാതം പ്രകടമാകുന്നത് ആഗോള എണ്ണ വിപണിയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. യുദ്ധം അവസാനിക്കുമെന്ന സൂചനകൾ വന്നപ്പോൾ ബാരലിന് $100 താഴെയായിരുന്ന ക്രൂഡ് ഓയിൽ വില, അതായത് 96, 95 ഒക്കെ വന്ന ക്രൂഡ് ഓയിൽ വില സംഘർഷം പുനരാരംഭിക്കുമെന്ന വാർത്തകൾ വന്നതോടെ വീണ്ടും $100 മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇത് കേവലം വിലക്കയറ്റം മാത്രമല്ല, മറിച്ച് ലോക രാജ്യങ്ങളെ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുന്ന സൂചനയാണ് നൽകുന്നത്. ഇന്ധനവില ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്നു. ഇതിനിടയിൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്വന്തം സഖ്യകക്ഷികളുടെ അതൃപ്തിയാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളുടെ വിശ്വസ്ത പങ്കാളികളായിരുന്ന സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. യുദ്ധം ഉടനടി അവസാനിപ്പിച്ചില്ല എങ്കിൽ തങ്ങളുടെ സുരക്ഷയും സാമ്പത്തിക താൽപര്യങ്ങളും അപകടത്തിലാകുമെന്നും അമേരിക്കയുമായി ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്നും ഈ രാജ്യങ്ങൾ പറയാതെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ഇത്തരത്തിൽ പിന്മാറുന്നത് നയതന്ത്ര തലത്തിൽ ട്രംപിന് വലിയ തിരിച്ചടിയാണ്. എന്നാൽ ഈ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഇസ്രായേലിന് വേണ്ടി നിലപാടുകളിൽ മാറ്റം വരുത്താൻ അമേരിക്ക തയ്യാറാകുമോ എന്നതാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ ഇസ്രായേൽ പക്ഷപാതപരമായ നിലപാടുകൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് എന്ന ആക്ഷേപം ഇവിടെ ശക്തമാകുന്നു. ഇറാന്റെ മറുപടികൾ തള്ളിക്കളയുകയും യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നടപടികൾ അമേരിക്കയെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുകയാണ്. മുസ്തഫ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിൽ തുടരുന്നത് മേഖലയിലെ സുരക്ഷാ ഭീഷണി വർദ്ധിപ്പിക്കുന്നു. സൈനികപരമായ ഒരു നീക്കത്തെക്കാൾ ഉപരിയായി സാമ്പത്തികമായും രാഷ്ട്രീയമായും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇറാൻ ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഖ്യകക്ഷികളുടെ പിന്മാറ്റവും എണ്ണ വിപണിയിലെ വർധനവും ട്രംപ് ഭരണകൂടത്തിന് മേൽ അദൃശ്യമായ ഒരു മതിൽ തീർക്കുകയാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തിനായി സ്വന്തം സഖ്യകക്ഷികളെയും ലോക സമാധാനത്തെയും അമേരിക്ക ബലി നൽകുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. സാമ്പത്തിക തകർച്ചയും നയതന്ത്ര ഒറ്റപ്പെടലും ഒരുപോലെ നേരിടുന്ന അമേരിക്കയ്ക്ക് വരും ദിവസങ്ങൾ അഗ്നിപരീക്ഷയുടേതാണ്. സഖ്യകക്ഷികളുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് യുദ്ധവുമായി മുന്നോട്ട് പോയാൽ അത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. യുദ്ധം അവസാനിക്കുമോ അതോ ലോകം കൂടുതൽ ഇരുട്ടിലേക്ക് നീങ്ങുമോ എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്.